സംസാരം ടിവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റി ഡിഷുകളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. അതുപോലെ ചിക്കൻ്റെ നല്ലൊരു ഡിഷാണ് ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റി ഡിഷുകളിൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നത്. അതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. 1 കിലോ ചിക്കനാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കോൺഫ്ലവർ ചേർക്കുവാണെങ്കിൽ നല്ല മുരിഞ്ഞിരിക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പം കൂടെ മൈദപ്പൊടിയോ അരിപ്പൊടിയോ എന്ത് ചേർത്താലും മതി അല്ലേ? ഇപ്പം കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ പോലും ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ചിക്കൻ എടുത്താൽ മതി. അന്നേരം നമ്മുടെ മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കും, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. 1 മണിക്കൂർ വെക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി അതുമല്ല സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മളെടുത്ത് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ആ മസാലയൊക്കെ പെട്ടെന്ന് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം നമുക്കൊന്ന് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്ന് എണ്ണയിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുമ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ഒന്നും കൂടി നന്നായിട്ട്, ചിലപ്പോൾ ഈ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഫ്രൈ ആവരുത്, എന്നാൽ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും വേണം. ഏകദേശം ഒരു വശം ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്പം കൂടെ ചെറിയ കഷ്ണങ്ങൾ എടുക്കണമെങ്കിൽ എല്ലാം ഒന്ന് ചെറുതായിട്ട് നിങ്ങൾ ചെറിയ കഷ്ണങ്ങൾ പീസ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ആക്കി എടുക്കാൻ. ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 10 വറ്റൽമുളക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി, കരിഞ്ഞു പോകരുത്. നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. വറ്റൽമുളക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 30 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയുടെ കൂടെ തന്നെ 5 പച്ചമുളകുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്താണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി വഴന്നൊന്നും പോകണ്ട, ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമുളകിൻ്റെയൊക്കെ നല്ലോണം പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളിടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് കൂട്ടിയിട്ട് നമ്മൾ വഴറ്റിയെടുക്കാവൂ. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വറ്റൽമുളകാണ് ഇവിടെ ചതച്ചെടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ചെറിയുള്ളിയും വറ്റൽമുളകും പച്ചമുളകും ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ടൊമാറ്റോ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റണം. പകുതി വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരി കുറച്ച് പഞ്ചസാരങ്ങൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൈസി ഡിഷ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് മുളക് പൊടി കൂടുതൽ ചേർക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഈ വറ്റൽമുളകും ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ ചെറിയുള്ളിയും വറ്റൽമുളകും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സ്പൈസി ചിക്കൻ ഏറ്റവും പ്രധാനം വറ്റൽമുളക്. ആ വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. അതാണ് ഈ കറിയുടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തൊരു വറ്റൽമുളക് കൂടി ചേർക്കുക. എന്നാലാണിത് ചിക്കൻ കൊണ്ടാട്ടമാവുള്ളൂ അല്ലേ. കൂടുതൽ നമുക്ക് 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൽ കോഴിക്കോട് ഹോട്ടലുകളൊക്കെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് എരിവ് ഉണ്ടെങ്കിൽ പോലും പിള്ളേരൊക്കെ ഇത് നന്നായിട്ട് പ്ലേറ്റൊക്കെ കാലിയാക്കി തരും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതേ രീതിയിലാണ് ഞങ്ങളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.